ചില പ്രണയങ്ങൾ വാക്കുകളിലല്ല, നിശബ്ദതയിലാണ് ജീവിക്കുന്നത്. റാം കെയർ ഓഫ് അനന്തി അങ്ങനൊരു പ്രണയകഥയാണ്. ഇത് വെറും ലവ് സ്റ്റോറിയല്ല. ഇത് ഒറ്റപ്പെടൽ, അപൂർണത, കാത്തിരിപ്പ്, മനസ്സിലെ പോരാട്ടങ്ങൾ ഇവയെല്ലാം ചേർന്ന ഒരു മനുഷ്യകഥയാണ്. റാം വളരെ വലിയ സ്വപ്നങ്ങളുള്ള ആളല്ല. അവൻ സാധാരണക്കാരനാണ്. പക്ഷേ അവൻ്റെ ഉള്ളിൽ വളരെ ആഴമുള്ള ഒരു ലോകമുണ്ട്. അവൻ സംസാരിക്കുന്നതിനേക്കാൾ ചിന്തിക്കുന്നവനാണ്. ജീവിതത്തിൽ പലതും അവൻ ഉള്ളിലൊതുക്കി വയ്ക്കുന്നു. ആനന്ദി പുറത്തു നോക്കുമ്പോൾ വളരെ ശാന്തയും സൗമ്യയുമായ സ്ത്രീ. പക്ഷേ അവളും തൻ്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ വഹിക്കുന്നു. സമൂഹം അവളോട് പറയുന്ന ഇങ്ങനെ ആയിരിക്കണം എന്ന പ്രതീക്ഷകൾ അവളെ പതുക്കെ മൂടിക്കെട്ടുന്നു. റാമിൻ്റെയും ആനന്ദിയുടെയും ബന്ധം ശബ്ദമുള്ള പ്രണയമല്ല. ഇവിടെ വലിയ പ്രണയ സംഭാഷണങ്ങളില്ല, ഡ്രാമാറ്റിക് സീൻസ് ഇല്ല. പക്ഷേ ചെറിയ നിമിഷങ്ങളുണ്ട്. ഒറ്റ നോട്ടം, നിശബ്ദത, മനസ്സിലാക്കൽ ഇവയാണ് അവരുടെ ബന്ധത്തെ ശക്തമാക്കുന്നത്. ഈ നോവലിൻ്റെ ഏറ്റവും വലിയ ശക്തി ഒറ്റപ്പെടലിനെ അത്ര യാഥാർത്ഥ്യമായി കാണിക്കുന്നതാണ്. ബന്ധത്തിൽ ഉണ്ടായാലും ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന മനുഷ്യർ. റാമും ആനന്ദിയും അങ്ങനെയാണ്. ഒരാൾക്കൊപ്പം നിൽക്കുമ്പോഴും ഉള്ളിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ. ഇതാണ് ഈ കഥയെ നമ്മളോട് അടുത്ത് ആക്കുന്നത്. ജീവിതം പ്രണയത്തെപ്പോലെ ലളിതമല്ല. ബാധ്യതകൾ, സമൂഹം, ഭയം, തീരുമാനങ്ങൾ ഇവയെല്ലാം പ്രണയത്തിൻ്റെ മുന്നിൽ ചോദ്യം ചെയ്യലുകൾ ഉയർത്തുന്നു. റാമിൻ്റെയും ആനന്ദിയുടെയും ജീവിതത്തിൽ ഈ യാഥാർത്ഥ്യം വലിയ പങ്കാണ് വഹിക്കുന്നത്. കെയർ ഓഫ് ആനന്ദി ഈ തലക്കെട്ട് തന്നെ വളരെ സിംബോളിക്കാണ്. കെയർ ഓഫ് എന്ന് മാത്രമല്ല, ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം മറ്റൊരാളുടെ പേരിൽ ഒതുക്കുന്ന അവസ്ഥ. റാം തൻ്റെ വികാരങ്ങൾ, തൻ്റെ പ്രതീക്ഷകൾ, തൻ്റെ സ്വപ്നങ്ങൾ പോലും ആനന്ദിയുടെ പേരിൽ ജീവിക്കുന്ന ഒരാളാണ്. ഈ കഥ നമ്മളോട് പറയുന്നു, എല്ലാ പ്രണയങ്ങളും പൂർത്തിയാകണമെന്നില്ല. നിശബ്ദതയും പ്രണയമാണ്. ചില ബന്ധങ്ങൾ ജീവിതത്തെ മാറ്റുകൂട്ടും, പക്ഷേ കൂടെ നിൽക്കില്ല. മനുഷ്യൻ്റെ ഉള്ളിലെ ഒറ്റപ്പെടൽ ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. റാം കെയർ ഓഫ് ആനന്ദി വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ചിന്തിക്കും. നമ്മൾ സ്നേഹിച്ചവരെക്കുറിച്ച്, നമ്മൾ പറയാതെ പോയ വാക്കുകളെക്കുറിച്ച്, നമ്മൾ നഷ്ടപ്പെടുത്തിയ നിമിഷങ്ങളെക്കുറിച്ച്. ഇതൊരു സന്തോഷകരമായ പ്രണയകഥ അല്ല, പക്ഷേ സത്യസന്ധമായ ഒരു മനുഷ്യകഥയാണ്. എല്ലാ പ്രണയങ്ങളും കൈകോർക്കില്ല. ചിലത് മനസ്സിൽ തന്നെ ജീവിക്കും. നന്ദി.